ഹലോ, ഇന്നെന്ത് വർക്ക് ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു അടപ്പ് കൈ കിട്ടിയത്. ന്യൂട്ടെല്ലയുടെ അടുപ്പാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ബോട്ടിൽ ആദ്യം പൊട്ടിപ്പോയിട്ടുണ്ട്. ഈ ഒരു അടപ്പ് മാത്രമേ ബാക്കിയുള്ളൂ. ഇതിനകത്ത് ഈ ഓറഞ്ച് പെയിന്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. കഴിഞ്ഞ ആഴ്ച വീട്ടിൽ പോയപ്പോൾ ബ്രഷിന്റെ കിറ്റ് മൊത്തം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് തിരിച്ചു പോന്നപ്പോൾ കൊണ്ടുവരാൻ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ലീഫിന് പെയിന്റ് ചെയ്യുന്ന ബ്രഷ് എടുത്ത് പെയിന്റ് ചെയ്യുന്നത്. അപ്പോൾ അതാ നമ്മുടെ അടപ്പിന് കംപ്ലീറ്റ്ലി ഓറഞ്ച് പെയിന്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇവനിനി ഇവിടെ കിടന്നൊന്ന് ഉണങ്ങട്ടെ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഒരു കാർഡ്ബോർഡ് പീസിൽ ഒരു ലീഫിന്റെ ഔട്ട്ലൈൻ വരച്ചു കൊടുക്കാം. അപ്പോൾ ക്ലേ ഇല്ലാണ്ട് എങ്ങനെ ട്രിങ്കറ്റ് ഉണ്ടാക്കുമെന്ന് വിചാരിച്ചിട്ട് വിഷമിച്ചിരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ലീഫിന്റെ പാറ്റേണിൽ ഇനി നമുക്ക് ഗ്രീൻ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ നമ്മൾ മരവിച്ച് പോയിട്ടുള്ള ഒരു ബ്രഷാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അത് വെച്ചിട്ട് ഞാൻ ഇതുപോലെയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതാ ഇത് കംപ്ലീറ്റ് ഞാൻ ഗ്രീൻ കളർ അപ്ലൈ ചെയ്ത ശേഷം ഡ്രൈ ആവാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് നമ്മുടെ ഈ അടപ്പിൽ വൈറ്റ് ഔട്ട്ലൈനർ വെച്ചിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പോയിന്റ് ബ്രഷ് കയ്യിലില്ലാത്തത് കൊണ്ടാണ് കേട്ടോ വൈറ്റ് ഔട്ട്ലൈനർ ഞാൻ യൂസ് ചെയ്തത്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വൈറ്റ് ആക്രിലിക് പെയിന്റ് തന്നെ യൂസ് ചെയ്യുമായിരുന്നു കേട്ടോ. ഇത് വരച്ച് കഴിഞ്ഞപ്പോൾ ഇതിനെന്തൊക്കെ ഒരു പക്ഷാഘാതം പിടിച്ച പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. എന്നിരുന്നാലും കുഴപ്പമില്ല, നമ്മൾ ക്ലേ വെച്ചിട്ടൊന്നുമല്ലല്ലോ ചെയ്യുന്നത്, നമ്മുടെ അടപ്പ് വെച്ചിട്ടല്ലേ, എന്നാലും ഒരു പെർഫെക്ഷൻ ഒക്കെ ഉണ്ട്. തൽക്കാലം നമുക്ക് ഇത് വെച്ച് അങ്ങോട്ട് ഒപ്പിക്കാം. ഇനി നമ്മുടെ ഓറഞ്ചിന്റെ അല്ലി പോലെ തോന്നിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇതുപോലെയൊക്കെ ഒന്ന് ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന്റെ സെന്റർ ഭാഗത്ത് മഞ്ഞ പെയിന്റ് കൂടെ ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇവൻ ഇവിടെ കിടന്ന് ഉടങ്ങുമ്പോഴേക്കും നമുക്ക് ലീഫിന്റെ പണി തുടങ്ങാട്ടോ. ഇനി ഇതാ ഈ ഒരു ലീഫിൽ ബ്ലാക്ക് CD മാർക്കർ വെച്ചിട്ട് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ ഒക്കെ വരച്ചു കൊടുക്കുന്നുണ്ട്. നെർവസ് ഒക്കെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. ഇലയല്ലേ, കുറച്ച് മൊഞ്ചൊക്കെ ആവട്ടെ എന്ന്. ഇനിയിപ്പോൾ മൊഞ്ചിനൊന്നും ഒട്ടും കുറവൊന്നും വരണ്ട. അപ്പോൾ അതിവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ഇല നമ്മുടെ ഈ ഒരു ഗ്യാപ്പിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ഹോട്ട് ഗ്ലൂ വെച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതേ സംഭവം ഇത്രയേ ഉള്ളൂ, വെരി സിമ്പിൾ. അപ്പോൾ ക്ലേയുടെ ഒന്നും ആവശ്യമില്ലാതെയാണ് നമ്മൾ ഈ ഒരു ഓറഞ്ച് ട്രിങ്കറ്റ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഗ്ലേസിങ്ങും ഷൈനിങ്ങും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കോട്ട് വാർണിഷ് കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ നന്നായിരിക്കും കേട്ടോ. ഞാനത് എനിക്ക് ഒട്ടും ക്ഷമയില്ലാത്തതുകൊണ്ടാണ്. വാർണിഷ് ആകുമ്പോൾ ഡ്രൈ ആയി കിട്ടാൻ കുറച്ച് സമയം എടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ തൽക്കാലം ഞാൻ ഇതുപോലെ അങ്ങ് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതാ ഫൈനൽ ലുക്ക് ഇതാണ്. അപ്പോൾ ഇതാ ക്ലേയുടെ ഒന്നും ആവശ്യമില്ലാതെ നമ്മുടെ ഈ ഒരു വേസ്റ്റാക്കി കളയുന്ന അടപ്പ് വെച്ചിട്ട് ട്രിങ്കറ്റ് ഉണ്ടാക്കാമെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇത്രയുള്ള ഒരു വീഡിയോ. ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.